Good afternoon. എന്റെ പേര് അപർണ എന്നാണ്. Good afternoon. Good afternoon. Good afternoon. Good afternoon. നമുക്ക് 5 minutes വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ജോയിൻ ആയിക്കോട്ടെ. 5 minutes വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ക്ലാസ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടല്ലോ? Yes, ma'am. സിലബസ് ആണ് ഇപ്പൊ നിങ്ങള് സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. മോണ്ടിസോറിയുടെ സിലബസ് മൊഡ്യൂൾ പറയുന്നത് മോണ്ടിസോറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ തിയറി. കുറച്ച് തിയറി ആയിട്ടുള്ള പോർഷൻസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. Part 1 health and nutrition, Part 2 child development and psychology, Part 3 method of teaching, Part 4 Montessori school management. ഇത് ഓരോ പാർട്ടായിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ തിരിച്ചിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇംഗ്ലീഷ് ചോദിച്ച് ബാക്കിയുള്ളവരൊന്ന് അൺമ്യൂട്ട് ആക്കണമെങ്കിൽ ക്ലിയർ ക്ലിയർ ആവും. ചെയ്യാം. സാധാരണ രീതിയിൽ MTയുടെ ക്ലാസ്സുകൾ അൺമ്യൂട്ട് ചെയ്തല്ല എടുക്കാറ്. പക്ഷെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ, അപ്പൊ എല്ലാവർക്കും അറിഞ്ഞൂടാ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ തൽക്കാലത്തേക്ക് മൈക്രോഫോൺ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞത് പാർട്ട് 1 നമ്മുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ തിയറിയുടെ പോർഷൻസ് ആണ്. മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ഏരിയാസ് ആണ്. പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം, പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. അതാണ് പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്നത്. ദെൻ വരുന്നതാണ് PG സെഷൻ. മൊഡ്യൂൾ 4ഉം 5ഉം PC സ്റ്റുഡന്റ് മോണ്ടിസോറി PG മോണ്ടിസോറി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി പഠിപ്പിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആവണല്ലോ അല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പോർഷനാണ് PG. പോസ്റ്റ് ഗ്രാജുവേഷന്റെ മൊഡ്യൂൾസ് ആണ് 4ഉം 5ഉം. ഡിപ്ലോമ ആണെങ്കിൽ നമുക്ക് ഈ പ്രാക്ടിക്കൽ ഏരിയ വരെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഉണ്ടോ ഡിപ്ലോമക്കാര് PGക്കാരുണ്ടോ നമ്മുടെ ഇതില്? മെസ്സേജ് അയച്ചാലും മതി. ഉണ്ട്. അപ്പൊ മോണ്ടിസോറി ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ MTയുടെ ക്ലാസ്സിൽ വരുമ്പോ ഫസ്റ്റ് തന്നെ പ്രയർ കമ്പൽസറി ആണ്. പ്രയർ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഓരോ പ്രയർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. നോട്ട്ബുക്ക് വേണം കേട്ടോ. ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോട്ട്ബുക്ക് വേണം. ഓരോ ടീച്ചേഴ്സിന് അനുസരിച്ച് അത് പേര് എഴുതിയാൽ മതി. അപ്പൊ അതില് പ്രയർ പ്രിപ്പയർ ചെയ്ത് വെച്ചോ. അപ്പൊ ഡെയിലി നമുക്ക് പ്രയർ പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്കൂളിലൊക്കെ പ്രയർ പറഞ്ഞിട്ട് തുടങ്ങുമല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്ത് തുടങ്ങണം, ഫസ്റ്റ് പ്രയർ ആണ് വേണ്ടത്. ദെൻ ആണ് ക്ലാസ്സിലേക്ക് നമ്മൾ പോണത്. കുറച്ചും കൂടി എന്താ പറയാ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ക്ലാസ് പോണത്. മാക്സിമം ഞങ്ങൾ പോയിന്റ്സ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ബാക്കി നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യും. പ്രയർ സോങ് ആണ് ഉദ്ദേശിച്ചത് കേട്ടാ. നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഓരോരുത്തർ പരിചയപ്പെട്ടാലോ? ഞാൻ അങ്ങനെ പറയാം. എന്റെ പേര് അപർണ എന്നാണ്. ഇത് മോണ്ടിസോറി വൺ ഓഫ് ദി ടീച്ചർ ആണ് ഞാൻ. നിങ്ങൾക്ക് അത്യാവശ്യം ടീച്ചേഴ്സ് ഉണ്ട്. ആരൊക്കെയാന്ന് എനിക്ക് അറിയില്ല. ടീച്ചേഴ്സിന്റെ പേര് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഞാൻ മ്യൂട്ട് മാറ്റിയിടാം. ബാക്കി എല്ലാവരും എന്ത് ചെയ്യാം, മ്യൂട്ട് ആക്കിയിരിക്കുക. ഞാൻ ഓരോരുത്തരെ വിളിക്കാം. അവരെന്ത് ചെയ്യാം പറയാട്ടോ. ജിനു നിക്കി, ജിനു
ഓരോ പേര് പറയാം, ഓരോ എവിടെന്നാ വരുന്നത് അല്ലെങ്കിൽ എവിടെയാ പ്ലേസ് എന്നുള്ള കാര്യം പറയാം കേട്ടോ. എന്താണ് ഒന്നും പറയാനില്ലേ? ഇത് നിങ്ങളാണോ ഓരോ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? എന്റെ പേര് സ്മൃതി. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഓക്കെ സ്മൃതി, ക്യാമറ ഓൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ? എങ്ങനെ മനസ്സിലായില്ല? ക്യാമറ ഓൺ ചെയ്ത് പറയില്ല? എങ്ങനെ? ക്യാമറ ഓൺ ചെയ്യൂലേ, നമ്മള് മുഖം ഒന്നും കാണണ്ടേ? ഓ സോറി. ഓക്കെ ഓക്കെ സ്മൃതി, കാരണം നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോ ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതായിട്ട് വരും. അപ്പൊ ക്യാമറ ഓൺ ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആരാണ് പരിചയപ്പെടുന്നത്? എങ്ങനെ? നെക്സ്റ്റ് കുട്ടിയുടെ വിളിച്ചതാണോ? എന്താണ്? ഹായ്. പേര് പറയണ്ട. പേര് ഫാത്തിമ എന്നാണ്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ ഫാത്തിമ തൃശ്ശൂർ അല്ലേ? എന്റെ പേര് ജായിസ, എറണാകുളം പറവൂര്. എവിടെയാണ്? പറവൂര് എറണാകുളം. പറവൂര് എവിടെയായിട്ടാ? പറവൂര് ചെറായി. ചെറായി. എന്റെ പേര് ശ്യാമള. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാ. ഓക്കെ. ഹായ്. എന്റെ പേര് റീന സന്ദീപ്. ഞാൻ ആലുവയാണ്. ഓക്കെ റീന. ഇനി ആരാ പറയണേ? എന്റെ പേര് ശ്രീജിത. ഞാൻ പറവൂർ എറണാകുളം ഞാറക്കൽ നിന്ന് വരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ എറണാകുളം ആലുവയിൽ. ആലുവ അല്ലേ? ഓക്കെ ഓക്കെ. പേരൊന്ന് പ്രാപ്തന്നല്ല. ഞാൻ സമീറ. സമീറ പറ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഓക്കെ. ഇനി ആരാണ്? അമൃത. ഒട്ടും സൗണ്ട് ഇല്ലാട്ടാ. കോട്ടയം. 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 ഹലോ മാം, എന്റെ പേര് ദിവ്യശ്രീ. ട്രിവാൻഡ്രം ചെമ്പഴന്നിന്ന് വരുന്നു. ഓക്കെ ദിവ്യശ്രീ. എന്റെ പേര് സിബ. ഞാൻ കോഴിക്കോട് വരുന്നു. കോഴിക്കോടാണ്? കോഴിക്കോട്. ഓക്കെ. ഹായ് മാം. ഹായ്. എൻ്റെ പേര് സൈഫുനിസ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത്. എന്റെ പേര് റിനി എന്നാണ്. എന്റെ പേര് റിനി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര പാലിയോട് എന്നാണ്. എന്റെ പേര് ഫാത്തിമ. ഞാൻ എറണാകുളം പനങ്ങാട്. ഹായ് മിസ്. എന്റെ പേര് ഷാനി. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഹായ് മിസ്. എന്റെ പേര് റസീന. ഞാൻ കളമശ്ശേരി. എറണാകുളമാണല്ലേ? ഇപ്രാവശ്യം എറണാകുളത്ത് കുറച്ച് പേരുണ്ട്. ഹായ് മാം. ഹലോ. എന്റെ പേര് സന്ധ്യ. ഞാൻ ആലപ്പുഴയിൽ നിന്ന്. സന്ധ്യ റിച്ചു എന്റർടൈൻമെന്റ്സ്. അതെ. സന്ധ്യ. ഇനി ആരാ? ഹലോ മാം. എന്റെ പേര് ശ്രീലത. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഓക്കെ ശ്രീലത. ഹായ് മിസ്. എന്റെ പേര് ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ക്ലിയർ ആയില്ലടാ. അയനാ? ശരി. ഇടുക്കി അല്ലെ? ഫർസാന എവിടെന്നാ? പെരുമ്പാവൂര്. അനീറ്റ. ഹായ് മാം. ഹായ്. എന്റെ പേര് അനീറ്റ. ഞാൻ എറണാകുളത്ത് നിന്ന് ചെല്ലാനത്ത് നിന്ന് വരും. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ജിൻസി. ഞാൻ ആലുവയിൽ വരുന്നു. ഹായ് മാം. ഞാൻ എമിലി മോൻസൺ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. മഞ്ജുഷ അല്ലേ? മഞ്ജുഷ കൊല്ലത്തുനിന്ന് വരുന്നു.
ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? ഞാൻ കരിക്കോട്, കൊല്ലം ജില്ലയിൽ കരിക്കോട് എന്ന സ്ഥലത്തു നിന്നാണ്. പേര് ക്ലിയർ ആയി വേടാ. പേര് അഞ്ജു എന്നാണ്. കൊല്ലം അഞ്ചു. ജില്ലയിലെ കരിക്കോട്. എന്റെ പേര് അഞ്ജിത, ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഓക്കെ, തൃശ്ശൂര്. മിസ് എന്റെ പേര് പാർവതി, ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഹായ് മാം, ഐ എം ഗ്രീഷ്മ, വെള്ളാങ്കല്ലൂരിൽ നിന്നും. തൃശ്ശൂര് വെള്ളാങ്ക. ഇനി ഓക്കെ, നമുക്ക് ക്ലാസ് പോണതിനനുസരിച്ച് ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും പേരൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താണ് മനസ്സിലാക്കാനൊക്കെ ഇതായിരിക്കും, കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരുപാട് സംശയമൊക്കെ ആയിട്ടായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ കാര്യമായിരിക്കുന്നത് അല്ലെ? ഭയങ്കര സംശയമായിരിക്കും അല്ലെ? എന്താണ് ക്ലാസ്, എന്താണ് ടോപ്പിക്, ഒന്നും അറിഞ്ഞൂടെ, എങ്ങനെ പഠിപ്പിക്കാൻ പോണേ ഒന്നും അറിഞ്ഞൂടാ അല്ലെ? ഇത് ഞാൻ വലിയ ടോപ്പിക് ഒന്നും എടുക്കണില്ല, ജസ്റ്റ് പോർഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കണുള്ളൂ കേട്ടോ. നമ്മുടെ മോണ്ടിസോറിയുടെ PG-ക്കാരാരൊക്കെയാണ് ഇതില്? ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി PG-ക്കാരാണെങ്കിൽ. ശ്രീലക്ഷ്മി, ഓക്കെ ഓക്കെ. അധികം പേരില്ലാലോ PG. ഗ്രേഷ്മ ഉണ്ടല്ലേ PG-ക്കാരുണ്ട്. ഓക്കെ, അപ്പൊ സാധാരണ ഡിപ്ലോമയുടെ കോഴ്സാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. നമുക്ക് മൊഡ്യൂള് 3 മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂള് മോണ്ടിസോറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് 4 പാർട്ടായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ടില് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. മോണ്ടിസോറി എങ്ങനെയാണ് ടീച്ചിങ് എടുക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മോണ്ടിസോറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണത്. പിന്നെ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്, അതും മോണ്ടിസോറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസും ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. കുട്ടികളുടെ ഡെവലപ്മെന്റ്, സൈക്കോളജി, ഓരോ കുട്ടിയുടെ ഹെൽത്ത് ന്യൂട്രീഷന്റെ ഒക്കെ കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളായിട്ട് എന്താ പറയാ, കുറച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി നിങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോർഷൻ കുറച്ച് സിമ്പിൾ ആയിട്ട്. അത് കഴിഞ്ഞ് തേർഡ് പാർട്ട് ഫോർത്ത് ഒക്കെ മോണ്ടിസോറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന്റെ ടീച്ചർ ആയിരിക്കും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫുൾ മൊഡ്യൂള് എന്ത് ചെയ്യണത്, ഡീൽ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഏരിയാസ്, ഓരോ പ്രാക്ടിക്കൽ ഏരിയാസിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് മോണ്ടിസോറിയുടെ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണത്. പ്രാക്ടിക്കൽസ് ആണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മളത് പഠിക്കും മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ഏരിയാസ്. അപ്പൊ ഫസ്റ്റ് 6 months കൊണ്ട് നമുക്ക് അറിയുന്ന പോലെ 1 year ആണ് കോഴ്സ്. ഫസ്റ്റ് 6 months കൊണ്ടാണ് മൊഡ്യൂൾ 1 എന്നാണ് ടോപ്പിക് തീർക്കുന്നത്. അപ്പൊ ഞാൻ ഇതില് പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ എല്ലാവർക്കും? ഓക്കെ, മാഡം മാക്സിമം നോട്ട്ബുക്ക് ഒന്നും കയ്യിൽ എടുത്തിട്ടില്ല, അത് കാരണം ഞാൻ ഇന്ന് അധികം ഡിസ്കസ് ചെയ്യില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത നെക്സ്റ്റ് ക്ലാസ് മാക്സിമം എല്ലാവരും മ്യൂട്ടാക്കി. ഞാൻ എനിക്ക് ഓരോരുത്തരും മ്യൂട്ടാക്കേണ്ടി വരും കേട്ടോ. നോട്ട്ബുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വേണം. ദെൻ ഞാൻ പറഞ്ഞ പോലെ പ്രെയർ സോങ് പ്രിപ്പയർ ചെയ്യണം. ക്ലാസ് സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെ പ്രെയർ പറഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെയാണ് മാഡം.
നമ്മുടെ മോണ്ടിസോറിയുടെ ഫസ്റ്റ് പാർട്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ എന്താണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കെയർ ഫോർ മെയിൻറ്റെയിൻ എ ഹാപ്പി ആൻഡ് ബർത്ത്ഡേ ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഡ്യൂട്ടിയാണ് നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള വിലമതിക്കാനാവാത്ത ഒരു ഹ്യൂമൻ ലൈഫ് നമുക്ക് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ദിസ് ക്യാൻ ബി മെയ്ഡ് പോസിബിൾ ഓൺലി ബൈ പ്ലേയിങ് consideration to wellness that include health and physical fitness. നമ്മുടെ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് ഇരിക്കാം, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിറ്റ്നസ്, ഫിസിക്കൽ ആയിട്ട് ഫിറ്റ്നസ്, ഫിറ്റ് ആയിട്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും സാധാരണ രീതിയിൽ തന്നെ ഒരു വയ്യായ്ക വന്നാൽ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറിയ അസുഖം വന്നാൽ പോലും നമുക്കത് ഹെൽത്തിനെ ബാധിക്കുന്ന അസുഖം വന്നാൽ പോലും നമുക്കത് മെയിൻറ്റെയിൻ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നാറ്. നമ്മൾ എപ്പോഴും എന്താ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കാം. നമ്മളപ്പോ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കാം. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാനായിട്ട് തന്നെ ശ്രമിക്കാം. ഇനി ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ ഇതില് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ പറയൂ കേട്ടാ. അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബുക്ക് എല്ലാവരുടെ കയ്യിൽ ഉണ്ട്, PDF അവൈലബിൾ ആണ് എല്ലാവരുടെയും കയ്യില്. യെസ് മാം, ബുക്ക് ഉണ്ട്. മാം ക്ലാസ് എടുക്കുമ്പോ ഞങ്ങള് നോട്ട്സ് എഴുതി എടുക്കണോ? ലെക്ചർ നോട്ട്സ് പോലെ എഴുതേണ്ടി വരുമോ? മനസ്സിലാവുന്നത് എഴുതിയെടുത്താൽ മതി. ലെസൺ നോട്ട് വേണമെങ്കിൽ നിർബന്ധമായിട്ട് പറയുമ്പോൾ ഞാനത് പറയും, ലെസൺ നോട്ട് പറഞ്ഞു തരാം. ഈ PDF ഉണ്ടല്ലോ അവരുടെ കയ്യിൽ, പ്രിന്റ് എടുത്തതോ അല്ലെങ്കിൽ ബുക്ക് ആയിട്ട് മോണ്ടിസോറിയുടെ ബുക്ക് ആയിട്ട് പോലെ അവൈലബിൾ ആണോ? ബുക്സ് അവൈലബിൾ ആണ്, കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് അല്ലെ? അത് എടുത്താൽ മതി കേട്ടോ. കിട്ടിയിട്ടില്ല. അത് കൊടുത്തുള്ളൂ. എന്താണ്? ഓക്കെ, ആ പ്രിന്റ് എടുത്താൽ മതി. ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് ചെയ്തിട്ട് ടീച്ചേഴ്സ് എടുക്കണേ നോക്കിയിട്ട് പ്രിന്റ് എടുത്താൽ മതി. അപ്പൊ ഓരോ ചാപ്റ്ററിന്റെ അവസാനവും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരും. മോക്ക് ടെസ്റ്റിൽ വരുന്ന ടപ്പോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ എഴുതിയെടുക്കേണ്ടി വരും, നോട്ടിൽ എഴുതിയെടുക്കേണ്ടി വരും. Health data. Health refers to physical and emotional well-being, especially that associated with the normal functioning of human body. നമ്മുടെ സാധാരണ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ് എന്ത് ചെയ്യണത്, ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ഫിസിക്കൽ ആയിട്ടാവട്ടെ ഇമോഷണൽ ആയിട്ടാവട്ടെ നമ്മുടെ വെൽബീയിങ്, നമ്മൾ ആ പെരുമാറുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്. എന്നുവെച്ചാല് ഹെൽത്ത് നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് പോകണം, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട്, ആബ്സെൻസ് ഓഫ് ഡിസീസ്, പെയിൻ ഇൻക്ലൂഡിങ് സാധാരണ എന്താ വെച്ചാൽ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും വേദന, കൈക്ക് വേദന, കാലിന് വേദന, അങ്ങനെ. അത് മാത്രമല്ല മെന്റലി നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും, മനസ്സിന് വിഷമം തോന്നാറില്ല. അങ്ങനത്തെ പെയിൻസും ഇല്ലാതെ നമ്മൾ പ്രോപ്പർ ആയിട്ട് പോണം. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഫിസിക്കലി ആവട്ടെ ഇമോഷണലി ആവട്ടെ വെൽബീയിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബോഡി, സാധാരണ രീതിയിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട്, നമുക്ക് പെയിനുകളൊന്നും ഇല്ലാണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാണ്ട് പ്രോപ്പർ ആയിട്ട് പോകണം. അത് നമ്മൾ എന്ത് പറയും, ഹെൽത്ത് എന്ന് പറയും. നമുക്ക് ഇവിടുത്തെ പോർഷനിലേക്ക് നോക്കാം. ഹെൽത്ത് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഐഡന്റിക്കൽ വിത്ത് ഫ്രീഡം ഫ്രം ദ ഡിസീസ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അസുഖങ്ങളിൽ നിന്നുള്ള ഫ്രീഡം, നമുക്ക് അസുഖങ്ങളൊന്നും ബാധിക്കാതിരിക്കാനുള്ള ഒരു ഫ്രീഡത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത്. ആൻഡ് ഇൽനെസ്, ഇൽനെസ് എന്ന് പറഞ്ഞാലും വയ്യായ്കൾ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൽനെസ് എന്ന് പറയുന്നത്. ഡിസീസസും ഇൽനെസ്സും ഇല്ലാതെ നമ്മൾ എന്താ പറയുക, നല്ലൊരു വെൽബീയിങ് ആയിട്ട് പോവാം. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പോസിറ്റീവ് ഫണ്ടമെന്റൽ വെൽനെസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി ഓഫ് ദ ലൈഫ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽനെസ് ആണ്. നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടാണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് ഒക്കെ പോകുന്നത്. ഇതിനൊക്കെ നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മുന്നോട്ട് നയിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് പോസിറ്റീവ് വെൽബീയിങ് ഓൾസോ, നമ്മുടെ പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാലും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത്. ഇതെല്ലാവരും കൂടി കൂടിയതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഹെൽത്ത് സാധാരണ രീതിയിൽ നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അസുഖങ്ങളില്ലാണ്ട്, വേദനകളില്ലാണ്ട്, ഇഞ്ചുറീസ് ഒന്നും ഇല്ലാണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ലൈഫ് ഡേ ടു ഡേ ലൈഫ് പോകുന്നുണ്ടോ, അതാണ് പ്രോപ്പർ ഹെൽത്ത് എന്ന് പറയുന്നത്.
ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? പ്രോപ്പർ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അസുഖങ്ങളിൽ നിന്നോ വേദനകളിൽ നിന്നോ യാതനകളിൽ നിന്നോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഇല്ലായ്മ, അസുഖങ്ങളിൽ നിന്നുള്ള ഫ്രീഡം, ഡിസീസിൽ നിന്നുള്ള ഫ്രീഡം, ഇൽനെസ് എന്നുള്ള ഫ്രീഡം ഒക്കെ എന്തിൽ വരും? ഹെൽത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഹെൽത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ആ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. ഫ്രീഡം ഫ്രം ഡിസീസസ്. ഫ്രീഡം ഫ്രം ഡിസീസ്, അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ പ്രോപ്പർ ഹെൽത്ത് എന്ന് പറയുന്നത്. വേറെ മെന്റലി ആൻഡ് ഫിസിക്കലി മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള ആ ഒരു വെൽ ബീയിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പോസിറ്റീവ് വെൽനസ്. എന്താണ്? പോസിറ്റീവ് വെൽനസ്. പോസിറ്റീവ് ആയിട്ടുള്ള വെൽനസ്. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല, പോസിറ്റീവ് ആയിട്ടാണ് നമ്മുടെ ബോഡി പോണെങ്കിൽ ഹെൽത്ത് എന്ന് പറയും. ഓക്കെ, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ആരോഗ്യത്തോടെ പോവാം നമ്മുടെ ബോഡിക്ക്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കാട്ടെ. It is state of health and well-being, and more especially the ability to perform aspect of sports, occupation, and daily activities. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ആക്റ്റീവായിട്ട് സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓക്യുപ്പേഷൻ, ഡെയിലി ഓക്യുപ്പേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഫിസിക്കലി നമ്മൾ ആ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഫിറ്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കാം, is the state of health and well-being, and more especially the ability to perform acts of sports, കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ആ ഒരു ക്ഷമത. നമുക്ക് ആ വിനോദത്തിൽ ഏർപ്പെടാനായിട്ട് ഫിസിക്കലി ഫിറ്റ് ആണ്. ഓക്യുപ്പേഷൻ, ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ഡേ ടു ഡേ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡേ ടു ഡേ ചെയ്യേണ്ട വർക്കായിരിക്കും അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ജനറലി അച്ചീവ്ഡ് ത്രൂ പ്രോപ്പർ ന്യൂട്രീഷൻസ്. നമുക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് നമുക്ക് കഴിക്കാൻ ഭക്ഷണത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പൊ എനർജി തരുന്ന പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കണം. എന്നിട്ട് നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, അത് എന്തുകൊണ്ടാണ്? അവർ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ, അസുഖങ്ങൾ രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതേപോലെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. Moderate physical exercise and sufficient rest along with the formal recovery phase. Sorry, I thought the infection is ചെറുതായിട്ടാണ് സൗണ്ട് കൊണ്ടിട്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി, രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് പലതരം ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്നതും, അതേപോലെ ഓക്യുപ്പേഷൻ നമുക്ക് ഡേ ടു ഡേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നു. ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കാം. അതേപോലെ തന്നെ മോഡേൺ നമ്മുടെ ഫിസിക്കൽ എക്സസൈസുകൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് റെസ്റ്റ് കിട്ടണം. നമ്മളിപ്പോ പറയും എപ്പോഴും നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയില്ലല്ലോ, നമുക്ക് റെസ്റ്റ് കിട്ടേണ്ട ടൈം ഉണ്ട്, സ്ലീപ്പിംഗ് അവേഴ്സ് ഉണ്ട്. ഒരു മനുഷ്യന് 8 hours എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഉറക്കം വേണമെന്ന് പറയാറുണ്ട്. അത് നമ്മൾ റെസ്റ്റ് ചെയ്യണേണ് നമ്മുടെ ഹെൽത്ത് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നമുക്ക് എല്ലാ അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ആവാനായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മൊത്തമായിട്ട് കൊളാപ്സ് ആയി പോകും, ബൈനാരിയായി പോകും. നമുക്കൊന്നും ചെയ്യാൻ, ആക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റൂല. അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കണം. വീണ്ടും പഴയ ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് വരാനായിട്ട് കുറച്ച് പറ്റുള്ള ടൈം കൊടുക്കണം, റെസ്റ്റ് കൊടുക്കണം. ഇതൊക്കെ എന്തിലും വരും? ഫിസിക്കൽ ഫിറ്റ്നസിൽ വരും. നോക്കാം ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്നത്. Physical wellness is the ability to bring out daily tasks with further alertness without the undue weakness. എന്താ പറയുന്നത്? നമുക്ക് ഡേ ടു ഡേ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന അവസ്ഥയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ മീൻസ് ഹാവിംഗ് ആംപിൾ എനർജി ടു എൻകറേജ് ഇൻ ലെഷേഴ്സ് ടൈം ആക്ടിവിറ്റീസ്. നമുക്ക് ആ പറയുന്ന ടൈമിൽ ആ പ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം.
and to handle the stress encountered in emergency situations. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. ആ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും, അതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തിനു വരും? ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരും. നമുക്ക് ഫിസിക്കലി അതേപോലെ മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് പറ്റും? സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ അല്ലെങ്കിൽ മെന്റലി കുറച്ച് വീക്കാണ്, അതെങ്കിലും പെട്ടെന്ന് വിഷമം വരും, അല്ലെങ്കിൽ മെന്റലി അത്ര സ്ട്രോങ് അല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇതേപോലത്തെ സ്ട്രെസ്സുകൾ ഇപ്പൊ ജോലിയുടെ ആകട്ടെ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും എന്താവട്ടെ സ്ട്രെസ്സുകളും അവർക്ക് എന്ത് ചെയ്യാനില്ല, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും കുറച്ചും കൂടി അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ചെയ്യാനും അതുവഴി അദ്ദേഹത്തിന് ഏൺ ചെയ്യാനും അതേപോലെ തന്നെ എനർജി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജീസ് കിട്ടാനും അതേപോലെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ ആണോ ഫിസിക്കൽ ഫിറ്റ്നസ്? നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് മലയാളത്തിലൊന്ന് പറയണം കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് മലയാളത്തിൽ എന്താ മനസ്സിലായത് മാത്രം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. രോഗപ്രതിരോധ ശേഷിയാണ് ഇതിന് വേണ്ടത്. പിന്നെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മ തന്നെ സ്വയം തന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യണം. വേറെ ആരെങ്കിലും പറയുന്നതാ? മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് വയ്യാത്ത തീരെ വയ്യാത്ത ആൾക്കാർക്ക് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള വ്യക്തികളായിട്ട് ഇപ്പൊ കടുപ്പ് രോഗികള് ഒട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വന്തം കാര്യങ്ങൾ ഒട്ടും ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ടാസ്കുകളൊന്നും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ വ്യക്തികൾ ഫിസിക്കലി വീക്ക് ആണെന്നാണ് നമുക്ക് പറയുന്നത്. ഫിസിക്കൽ വെൽനെസ് അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ എന്താ പറയാ, അവർക്ക് അവരവരുടെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ പറ്റണം എബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ഫിസിക്കലി ഫിറ്റ് ആണ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പറയണ്ടോ ഫിസിക്കൽ ഫിറ്റ്നസ്? ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ന്യൂട്രീഷ്യസ് ഫുഡുകൾ കൊടുക്കുക, കഴിക്കുക, നമ്മൾ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കൊടുക്കുക. കറക്റ്റ് ടൈമില് ഇപ്പൊ സാധാരണ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ലഞ്ച് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കാം. അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിങ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ ഡെയിലി കൺസ്യൂം ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാനും നമ്മുടെ ബാക്കിയുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാനും പറ്റുള്ളൂ. ഇനി ഇരുന്നാലേ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ സ്ട്രെസ് കമ്പാരിറ്റീവ്ലി നമുക്ക് എന്തായാലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർ എക്സസൈസിന്റെ കൂടെ പ്രോപ്പർ റെസ്റ്റും ആവശ്യമാണ്. ശരിയാണ്, പ്രോപ്പർ ആയിട്ട് നമുക്ക് റെസ്റ്റും വേണം. അതേപോലെ റിക്കവറി ഡേയ് നമ്മൾ ഇതിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ റിക്കവർ ചെയ്തെടുക്കാനുള്ള ടൈം പീരീഡ് നമുക്ക് ആവശ്യമുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവുള്ളൂ. കാരണം നമ്മൾ സാധാരണ രീതിയിലുള്ള അസുഖം വന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു കുറച്ച് ടൈം എടുക്കും. ആ ടൈം നമുക്ക് അനുവദിച്ച് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അസുഖത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് എന്താ പറയാ പൂർണ്ണമായിട്ട് ആരോഗ്യവാനായിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ്? ഓക്കെയാണ് മാം. വെൽനെസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഹാബിറ്റ്സ് ഡെയിലി ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഹാബിറ്റ്സും ഫിസിക്കൽ ആവട്ടെ മെന്റൽ ഹെൽത്ത് ആവട്ടെ രണ്ടും എവിടെ വരുന്നത് വെൽനെസ്സിലേക്ക് വരുമ്പോൾ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ മെന്റലി ചെയ്യുന്ന കാര്യങ്ങളും. വെൽനെസ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ രീതിയിൽ ബഹുമാനിക്കാം, പെരുമാറാൻ അറിയാം, അതില് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാം. അതൊക്കെ അതിൽ വെൽനെസ് വരും. വെൽനെസ് ഇസ് ആൻ ആക്ട് ഓഫ് പ്രാക്ടീസിങ് ഹെൽത്തി ഹാബിറ്റ്സ്. ഹെൽത്തി ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാം. എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ്? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ മതി. ഞാൻ ഒരെണ്ണം പറയാം, ബാക്കി ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾ പറയണം. ഡെയിലി 2 നേരം രാവിലെ മോർണിംഗും എന്താ പറയാ നൈറ്റും എന്തെങ്കിലും ബ്രഷ് ചെയ്യണം. അത് ഹെൽത്തി ഹാബിറ്റ് ആണ്. വേറെ ഹെൽത്തി ഹാബിറ്റ് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാം. ഓക്കെ, എക്സസൈസ് ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. എന്താണ് ഹെൽത്തി ഹെൽത്ത് ആയിട്ടുള്ള
ഹെൽത്തി ഫുഡ് കൺസ്യൂം ചെയ്യാം. ആയിട്ടിരിക്കുക, പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഹൈജീനിക് ആയിട്ടിരിക്കാം എന്ന് വെച്ചാൽ രാവിലെ വൈകുന്നേരം കുളിക്കാം. ഓക്കെ, ടൈമിന് ഭക്ഷണം കഴിക്കുക. ടൈമിൽ ഉറങ്ങുക. എന്താണ് ടൈമിന് ഭക്ഷണം കഴിക്കുക. ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. എഴുന്നേക്കാനുള്ള ടൈമാണോ ഉദ്ദേശിച്ചത്? ഫുഡ് പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കണം. പ്രോപ്പർ ടൈമിങ് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, പ്രോപ്പർ ടൈമിൽ സ്ലീപ്പ് ചെയ്യുക. ഇതിന് എത്ര അവേഴ്സ് കുട്ടികളുടെ കേസിലാണെങ്കിൽ ഇത്ര അവേഴ്സ് ഉറങ്ങണമെന്നുണ്ട്, കമ്പൽസറിയായിട്ട് ഉറങ്ങുന്നത്. വളർന്ന കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് ഇത്ര ടൈം പീരീഡ് ഉറങ്ങണമെന്നുണ്ട്. അതുകൊണ്ട് അത്രയും ടൈം തന്നെ നമ്മൾ അലോ ചെയ്യുക ഉറങ്ങാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉറക്കുക. ഇതിപ്പോ നമുക്ക് എവിടെയെങ്കിലും കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്നുറങ്ങാനായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നേരത്തെ ഏർലി മോർണിംഗ് അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ ബോഡി നല്ല രീതിയിൽ 2 നേരം വാഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക, ശീലിപ്പിക്കുക നമ്മൾ. പിന്നെ ഹെൽത്തി എന്താണ് ക്ലിയർ അല്ലടാ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആകുന്ന ഫുഡ് മാക്സിമം കൊടുക്കാൻ നോക്കാം. അതേപോലെ തന്നെ എന്താ പറയാ, സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈം പീരീഡിലേക്ക് ഉറങ്ങുകയാണ്, അത് ബ്രേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പേരിന്റെ മീനിങ് അത്. ആ പേര് നമ്മൾ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മ ഭക്ഷണം ഫാസ്റ്റ് എടുക്കാന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഭക്ഷണം കഴിക്കില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡെയിലി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ട് എനർജി കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ട് നല്ല ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഡ്രിങ്ക് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ക്ലീൻ ക്ലോത്ത്. ശരിയാണ്, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് വിയർ ചെയ്യാം. വാഷിംഗ് ഹാൻഡ്സ്, ഡെയിലി ഹാൻഡ്സ് വാഷ് ചെയ്യാൻ. ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യാം. ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഹാൻഡ് അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ കളിക്കാനൊക്കെ പാടത്തും പറമ്പിലൊക്കെ പോകണം. അത് ഇപ്പോഴത്തെ എൻവയോൺമെന്റ് തുറന്നെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല. കളിക്കളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിൽ ബോഡി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ. അതേപോലെ തന്നെ അവരുടെ നെയിൽസ് ഒക്കെ ഉണ്ടാവും. നെയിൽസിലേക്ക് എന്താണ് നെയിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് നിർത്താൻ, അല്ലാണ്ട് എപ്പോഴൊന്നും പറഞ്ഞിരിക്കില്ല, അല്ലെങ്കിൽ അഴുക്കളൊന്നും ഇല്ലാന്ന് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാം. നമ്മളുടെ കട്ട് ദ നെയിൽസ് റെഗുലർ കട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ഇനി ഫാമിലി ടൈം, ഫാമിലി ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ശരിയാണ്. ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കുട്ടികളും അതെ എങ്ങനെയാണ് ഫോണിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ആണ് മാറ്റി വെക്കണമെങ്കിൽ ഫാമിലിനോട് ഒരു കമ്മിറ്റ്മെന്റ്സ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. മുമ്പത്തെ ദിവസം കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ചിലവർ ഫാമിലി ടൈം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ ഒരു 15 മിനിറ്റ് ആണോ, 15 മിനിറ്റ് ഫാമിലി ആയിരിക്കാം, ഫാമിലിയിലെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ കുറച്ചും കൂടി അവര് റിലേഷൻഷിപ്പ് എന്നാൽ കുറച്ചുകൂടി ക്ലോസ് ആകും. അതേപോലെ തന്നെ ഫോണും അല്ലെങ്കിൽ അതേപോലെ വീട്ടിലേക്ക് വരുമ്പോ പാരന്റ്സ് എന്താ ചെയ്യുന്നത്, അവർക്ക് സ്ട്രെസ് ഉണ്ട്, അതേപോലെ വർക്ക് ലോഡ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ഉണ്ട്. എന്നിട്ട് ഈ ഫാമിലിയിലേക്ക് വരുമ്പോ ഈ ഫാമിലിയിൽ അല്ലെങ്കിൽ ഈ കുട്ടികളോടായിരിക്കും അവരുടെ ഈ സ്ട്രെസ് ഒക്കെ എന്തിനാണ് നോക്കുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. കുട്ടികളോട് അവരുടെ രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് പാരന്റ്സ് മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, വേക്കപ്പ് ഏർലി, സ്ലീപ്പ് ഏർലി. അതെ, നേരത്തെ റീഡിങ് ആക്ടിവിറ്റീസ്, റീഡിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാം. ഹാബിറ്റ്സുകൾ ഫോളോ ചെയ്യാം. കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സുകൾ ഫോളോ ചെയ്യിപ്പിക്കാം. നമ്മള് ചെറുപ്പം മുതലേ ശീലിച്ച ശീലങ്ങൾ നമുക്ക് മരണം വരെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കാം. നമ്മുടെ വീടും പരിസരവും ക്ലീൻ ആയിരിക്കണം. ഓക്കെ, നമ്മൾ കുഞ്ഞു നമ്മുടെ ചുറ്റുപാടുള്ളത് ക്ലീൻ ആയിട്ടൊക്കെ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, നോക്കാം കേട്ടോ.
വെൽനസ് ഈസ് എൻ ആക്ട് ഓഫ് പ്രാക്ടീസിങ് ഹെൽത്തി ഹാബിറ്റ്സ്. വെൽനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വെൽനസ് എന്ന് പറയുന്നത്. ഓൺ ദ ഡെയിലി ബേസ് ടു അറ്റൈൻ ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഔട്ട്കം. നമുക്ക് പ്രോപ്പർ ആയിട്ട് മെന്റൽ അതേപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡെയിലി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. Next, wellness is a condition that characteristics a state of positive health in individual, complete biological and psychological well-being as defined by quality of the life and absence and a sense of well-being. എങ്ങനെയാണ് ഒരു കുട്ടി പെരുമാറുന്നത്? ആ കുട്ടിയുടെ ബയോളജിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പെരുമാറ്റത്തിന് എന്ത് പറയും? പോസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്? വെൽനസ് എന്ന് പറയുന്നത്. ഇന്ന സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്, മുതിർന്നവരൊക്കെ ബഹുമാനിക്കണം, മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കേണ്ടത്, അതേപോലെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് ഈ വെൽനസ് എന്നുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹെൽത്ത്, നമ്മളെന്താ പറയുക, ഫ്രീഡം ഫ്രം ഡിസീസ്, ഇൽനെസ് ഇല്ലാത്തൊരവസ്ഥ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽനെസ്, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക, പോസിറ്റീവ് ആയിട്ട് വെൽബീയിങ്ങും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു ഹെൽത്തിന്റെ കേസിൽ. ഇനി ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കേസിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു. ദെൻ പറഞ്ഞത് സ്ട്രെസ് ഒക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. ദെൻ വെൽബീയിങ് പറഞ്ഞത് ഒരു ഫിസിക്കലി മെന്റലി ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കലായിട്ടും മെന്റൽ ഹെൽത്തും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? ഹെൽത്തി ഹാബിറ്റ്സ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇത്രയല്ലേ ക്ലാസ്സിൽ പറഞ്ഞത്? യെസ് മിസ്. ഇത് ഓരോരുത്തർ പറയോ? അവർക്ക് മനസ്സിലായ ഹെൽത്ത് എന്താണ്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്, വെൽനസ് എന്താണ്? ഒരാള് 3 പറയണോ കേട്ടോ, ഓരോരുത്തർ പറയണം. ഓക്കെ, ജാസ്മിൻ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോടാ. ഇല്ലേ, ആരും പറയാനില്ലേ? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു മേജർ ഫങ്ഷൻ ആണ്, ഒരു നോർമൽ ഫങ്ഷൻ ആണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരസുഖവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫ്രീഡം കിട്ടണമെന്നാണ് ഈ ഹെൽത്ത് എന്ന് പറയണത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആകെ വീക്കായിട്ട് പോകും. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ, പ്രോപ്പർ എക്സസൈസ്, അതേപോലെ തന്നെ അങ്ങനെ നമ്മുടെ ഹാബിറ്റ് കാര്യങ്ങളൊക്കെ വെല്ലായിട്ട് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ അതുപോലെ വെൽനസ്, അതായത് ഹെൽത്തി ഹാബിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം നമ്മുടെ എല്ലാ കാര്യങ്ങളും. കുട്ടികളുടെ ഇപ്പോൾ മോർണിംഗ് ടൈം ആയിക്കോട്ടെ, വന്ന ടൈം ആയിക്കോട്ടെ, എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്സിൽ നിന്ന് പറയുന്നത്. ഇനി ആരാ പറയണത്? സമീറ. 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 ഹെൽത്ത് എന്ന് പറയണത് നമ്മുടെ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ഫ്രീഡം ആണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ആൾക്ക് വല്ല സ്ട്രെസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബോഡീനെ വളരെയധികം ബാധിക്കും. സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഉള്ള കഴിവിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, ഹൈജീൻ ആയിരിക്കുക, രാവിലെയും വൈകിട്ടും ഒക്കെ ബ്രഷ് ചെയ്യുക, കുളിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ ഹെൽത്തിന്
നോക്കാനായിട്ട് നമ്മൾ ഹൈജീൻ ഓക്കെ, ഒക്കെ ചെയ്യണം. കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത ആരാണ്? നോൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള മെൻ്റലും ഫിസിക്കലും ആയിട്ടുള്ള സ്റ്റേറ്റാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. രോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അതിന് വേണ്ട ഒരു ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ആവശ്യമുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു എമർജൻസി, ഒരു സ്ട്രെസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആൾക്കാവുമ്പോൾ ആ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ മറ്റേ ആളെ കമ്പയർ ചെയ്തിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. വെൽനെസ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് പ്രാക്ടീസിങ് ഹെൽത്തി ഹാബിറ്റ്സ് ആണ് വെൽനെസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഇപ്പം ഒരു പ്രോപ്പർ റുട്ടീൻ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒരു പ്രോപ്പർ റുട്ടീൻ കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് ഈ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് വെൽനെസ് എന്ന് പറയുന്നത്. ഇനി ആരാ പറയണേ? മാം, പറഞ്ഞോടാ. ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗങ്ങളും അസുഖങ്ങളും ഒന്നും ഇല്ലാണ്ട് ഗുഡായിട്ട് ഇരിക്കണേനാണ് ഹെൽത്ത് എന്ന് പറയണത്. പിന്നെ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ചെയ്യണം. ഡെയിലി ചെയ്യണ ആക്ടിവിറ്റീസിനാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട ടാസ്കുകൾ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള എബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയും. നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് പറയണം. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസും വെൽനെസ്സും മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ഈ ഹെൽത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹെൽത്ത് ഏറ്റവും കുറവാർക്കാന്ന് നമ്മൾ പറയാറ്. ഹെൽത്ത് ഏറ്റവും കുറവെന്ന് പറയുന്നത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്കാണ് ഹെൽത്ത് കുറവാണെന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് കുറവാന്നല്ല പറയുന്നത്, ഇമ്മ്യൂണിറ്റിയാണ് അവിടെ കുറവ്. അവർക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും. സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും അസുഖം വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ എല്ലാ മാസവും അസുഖം വന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അത്? ഇമ്മ്യൂണിറ്റി, അത് പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. നമുക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആയിട്ട് ഫുഡ് കൺസ്യൂം ചെയ്യാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഫുഡ് കൺസ്യൂം ചെയ്യാം. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എക്സസൈസ് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. നമ്മൾ പെരുമാറുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വെൽനെസ്സോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരുമാറാനായിട്ട് പറ്റും. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ട് തന്നെ അസുഖങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ അസുഖങ്ങൾ എന്തെങ്കിലും അറിയുമെങ്കിൽ ഓരോന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ട് വരെ അസുഖങ്ങൾ എപ്പോഴും അസുഖം വന്ന ആൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ് എപ്പോഴും ഈ ജലദോഷം, അതുപോലെ പനി, അതൊക്കെ ചില കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം ആ കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടിട്ടാണെന്ന് പറയും. അപ്പൊ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. എനർജി ഇല്ലാതെ കുട്ടികൾ ഇരിക്കുന്നത്, ആക്റ്റീവ് അല്ലാണ്ട് കുട്ടികളിരിക്കുന്നത് അല്ലെ? കളിക്കുന്ന പ്രായത്തിൽ ഓടിപ്പോയി ഓടി ചാടി കളിക്കാത്ത കുട്ടികളുണ്ടാവും. കുറച്ചുകൂടി എന്താ പറയാ, ഉൾവലിഞ്ഞ പ്രകൃതമുള്ള കുട്ടികൾ. അവര് ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടി ഫിസിക്കൽ ഫിറ്റ്നസ് കുറവാന്ന് പറയാം അല്ലെ? അതാണ് ഇനി എന്താ? വീക്ക്നെസ് ഓഫ് ബോൺസ് ഒക്കെ അതിൽ പെടുമോ? നമുക്ക് എല്ലാവരുടെ എന്താ പറയാ വീക്ക്നെസ് ആ ഒരു ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഉദ്ദേശിച്ചത് രോഗാണുക്കളെ നമ്മളെ പെട്ടെന്ന് പിടികൊണ്ടാണ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അത് ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അലർജിക് ആവുന്നത്. എന്താണ് അലർജി ആവും. ക്ലിയർ ആയി വരാം. ശ്വാസമുട്ട് ഇതുമായി ബന്ധപ്പെടോ മാം?
ശ്വാസമുട്ടും ഫിസിക്കൽ ഫിറ്റ്നസ് അലർജി ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് എന്നും. വൈറ്റമിൻ ഡെഫിഷ്യൻസി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഇതിനെ ബാധിക്കും. ചെറിയ കുട്ടികളുടെ കാലിനൊക്കെ ചെറിയ വളർന്നു വരും, പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് കിട്ടിയില്ലെങ്കിൽ കാലിന് ചെറിയ വളർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാര്യമാണ്. വിളർച്ചയും വൈറ്റമിൻ കുറവുകൊണ്ടാണ്. അതേപോലെ അതുപോലെ മാം ക്ലിയർ ആവണില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോണു. ഓക്കെ, അത് എല്ലാവരും മ്യൂട്ട് ആക്കാം കേട്ടോ. ഞാൻ ഓരോരുത്തരും വിളിച്ച് പറയണോ മ്യൂട്ട് ആക്കാൻ? ഓക്കെ, എല്ലാവരും മ്യൂട്ട് ആക്കാം കേട്ടോ. അപ്പൊ ക്ലീൻനെസ്, നമ്മൾ നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റിനാണ് കുട്ടി വരണമെങ്കിൽ, ഒരു കുട്ടി വരണമെങ്കിൽ അവർക്ക് നല്ല എന്താണ് അത്യാവശ്യം നല്ല ശുചിത്വമുള്ള ഒരു ഏരിയയിലാണ് വരണമെങ്കിൽ അതിനധികം അസുഖങ്ങൾ കുറവായിരിക്കും. അസുഖങ്ങൾ വരുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി ശുചിത്വം കുറഞ്ഞൊരു ഏരിയയിലാണ് വരണമെങ്കിൽ അവർ എപ്പോഴെപ്പോഴും എന്തായിരിക്കും അസുഖങ്ങൾ കൂടുതലായിരിക്കും. അപ്പൊ അസുഖങ്ങൾ അങ്ങനെയും വരാം. വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണം തന്നെ വേറെ അസുഖങ്ങൾ അറിയോ നിങ്ങൾക്ക്? വിളർച്ച, എന്താണ് വിളർച്ച? ഓക്കെയാണ്, ക്ലിയർ ആയുള്ള കാഴ്ചക്കുറവ്. ഓക്കെ, വൈകുന്ന ഓക്കെ. അപ്പൊ ന്യൂട്രീഷ്യസിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ പറയും കാഴ്ചക്ക് ഏറ്റവും നല്ലത് വൈറ്റമിൻ. ഏത് വൈറ്റമിനാണ് കാഴ്ചക്ക് നല്ലത്? വൈറ്റമിൻ എ. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏത് ഫുഡിലാന്ന് പറയും നമ്മൾ? മത്സ്യം, ക്യാരറ്റ്. നമ്മൾ ക്യാരറ്റ് കൂടുതൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്താണ് മുരിങ്ങയില, മുരിങ്ങയില, ചീര, അതൊക്കെ ഇലക്കറികളൊക്കെ കാഴ്ചക്ക് നല്ലതാണ്. പിന്നെ ലീഫി വെജിറ്റബിൾസ് ഓക്കെയാ. അപ്പൊ എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻസ് ഒക്കെ കിട്ടും. പിന്നെ കാഴ്ചക്കുറവ് മാത്രമാണ്, വേറെ അസുഖങ്ങളൊന്നും അറിഞ്ഞോളൂ വൈറ്റമിൻസിന്റെ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. എന്താണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ നിങ്ങൾ ജനിച്ച ഉടനെ തന്നെ വൈറ്റമിൻ ഡി കുറവായിരിക്കുള്ളൂ. സൺലൈറ്റിൽ നിന്ന് കിട്ടണ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കുട്ടികൾ ജനിച്ച ഉടനെ വൈറ്റമിൻ ഡി അവർക്ക് ബോഡിയിൽ കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് അത് ഓറലായിട്ട് ഓറലായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? 1 വയസ്സ് വരെ എന്ന് തോന്നുന്നു ഓറലായിട്ട് വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവര് അത് നമുക്ക് കിട്ടിക്കോളൂ, സൺലൈറ്റിൽ പിന്നെ കിട്ടിക്കോളൂ. അപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത് വേറെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവും കേട്ടോ. ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നത്തിലൊക്കെ അത് കാരണമാവും. വേറെ എന്തെങ്കിലും? ഓക്കെ, അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വിളർച്ച, അത് പറഞ്ഞല്ല വിളർച്ചയുടെ കാര്യം. അനീമിക് ആവാന്നൊക്കെയുള്ള അവസ്ഥ അത് അയണിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടാണ് വരുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഫുഡിൽ അയണിന്റെ കണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്ക് വിളർച്ച വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫുഡ് ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അയൺ അടങ്ങിയ ഫുഡ്. ഹെയർ ലോസ് ഡ്യൂ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ ഹെയർ ലോസ്? പിന്നെ തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം നമ്മൾ എന്താണ് എന്തിനാണ് സോഡിയം അല്ലെങ്കിൽ എന്താണ് എന്തോ ഒരു ഡെഫിഷ്യൻസി കാരണമാണ് തൈറോയിഡ് വരുന്നത്. അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് തൈറോയിഡ് വരുന്നത്. സ്കിൻ ഡിസീസ് വരുന്നത് വൈറ്റമിൻസിന്റെ കുറവുണ്ടല്ലോ. ഏകദേശം സ്കിൻ ഡിസീസ് ചെറിയ വെള്ള കളറിലൊക്കെ ചിലവരെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഉണ്ടാവും മുഖത്ത്. അത് വലുതായി വരുന്നതൊക്കെ വൈറ്റമിന്റെ കുറവുകൊണ്ടാണ്. അപ്പൊ അവരോട് പറയും, ഡോക്ടർമാരെന്താ പറയാ, സൺലൈറ്റ് കാണിച്ചാൽ മതി അപ്പൊ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള ടൈം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ ചൈൽഡ്ഹുഡാണ്, ഏറ്റവും കുട്ടിക്കാലത്താണ്. സാധാരണ നമ്മളെ കമ്പാരിറ്റീവ്ലി കുറച്ച് മുതിർന്നവരെ പക്ഷെ കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്കാണ് അസുഖങ്ങൾ കൂടുതൽ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾക്കാണ് അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. കാരണം കുട്ടികളാണ് കുറച്ചും കൂടി എൻവയോൺമെന്റ് ആയിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്,
ഇന്ററാക്ട് ചെയ്യുന്നത്. അതേപോലെ കുറച്ചും കൂടി ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, മറ്റു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പൊ അവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കാനും അതുവഴി അവരുടെ ഹെൽത്തിനത് അഫക്ട് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ അവർക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് കൊടുക്കുക, പ്രോപ്പറായിട്ട് ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതെല്ലാം ഡ്യൂട്ടി ആർക്കുണ്ട്? പാരന്റ്സിന്റെയും അതേപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയുമാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഓക്കെ, ഇതൊന്ന് പോർഷൻ ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ ഇന്നെടുത്ത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന പോർഷൻ ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ചോദിക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം എല്ലാവരും. എക്സ്ട്രാ നോട്ട്സ് PDF ഉണ്ടാവില്ല കേട്ടോ. നമ്മളത് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കണ്ടേ കേട്ടോ എല്ലാവരും. എക്സ്ട്രാ നോട്ട് അങ്ങനെ PDF ഉണ്ടാവില്ല. PDF നമുക്ക് ഈ PDF എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രം, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് PDF-ലാണ്. അപ്പൊ എക്സ്ട്രാ നോട്ട് PDF ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തന്നെ നോട്ടിൽ എഴുതി വെക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? പോർഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ നീ ചോദിച്ചോട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വന്ന് ക്ലാസ് ഒക്കെ എടുത്ത്, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. പിന്നെ ഡൗട്ട് ചോദിക്കാനായിട്ട് അവസരം ഒന്നും തരില്ല കേട്ടോ. മാം, അപ്പൊ ഞങ്ങള് ഇപ്പൊ ഹെൽത്ത് എന്താണ്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താന്നൊക്കെ ഉള്ളത് ഈ PDF-ലുള്ളത് അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണോ? അങ്ങനെയാണോ വേണ്ടത്? വേണ്ട, അവൻ ബൈ ഹാർട്ട് ചെയ്യണ്ട. ഞാൻ നോക്കാം. ഞാൻ ഇതിൽ ബൈ ഹാർട്ട് ചെയ്ത കാര്യമില്ല. നമുക്ക് 1 word ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഓരോ ചാപ്റ്ററിന്റെ അവസാനം ഞാൻ തന്ന പോർഷനിൽ ഞാൻ 1 word ക്വസ്റ്റ്യൻസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് സെയിം വരണമെന്നില്ല, ഏകദേശം മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരും. അതിന് ഫോക്കസ് വന്നത് നമുക്ക് മനസ്സിലാവും എങ്ങനെ വന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. മാം, മെയിൻ എക്സാം 1 word ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല? ഡിസ്ക്രിപ്ഷൻ ആയിരിക്കില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം, അസൈൻമെന്റ്സ് ചെയ്യണം, അതേപോലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് 1 words ആണ്. ഓപ്ഷൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓൾ ഓപ്ഷൻസ് ഉണ്ടാവും, ABCD എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയണ. Dash is the state of being identical with the freedom from the disease and illness that include illness. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. Dash is the state of being identical health. അപ്പൊ ഓപ്ഷനിൽ ഹെൽത്ത് ഉണ്ടാവും, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും, വെൽനെസ് ഉണ്ടാവും, ഓൾ ഓഫ് ദ എബോവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് അങ്ങനെ ആയിരിക്കും, ഏതാണെന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ ഓക്കെ മാം. അപ്പൊ നമ്മള് മൊത്തമായിട്ട് കാണാപ്പാടും പഠിക്കണേലും നല്ലതായിട്ട് അത് മനസ്സിലാക്കാം. ഓരോ സെന്റൻസ് വായിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കണേക്കും നല്ലത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ എങ്ങനെ എല്ലാവർക്കും ഡിഗ്രി ഉള്ളവരാണോ അല്ലെങ്കിൽ +2 ഉള്ളവരൊക്കെ ഉണ്ടാവും? ഡിഗ്രി +2 ഡിഗ്രി ഒക്കെ ആരവിടെ അല്ലെ? PG ഉണ്ട് മാം. MSc ഫിസിക്സ്. ടീച്ചേഴ്സിലേക്ക് ഹൈസ്കൂൾ ടീച്ചേഴ്സിലേക്ക് നോക്കാറില്ലേ? PG. B.Ed എനിക്ക് ഇഷ്ടമായിരുന്നു B.Ed പോകാൻ, പക്ഷെ അത് ഫിനാൻഷ്യലി ഭയങ്കര ഫീസ് അല്ലേ, അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. B.Ed ഫിനാൻഷ്യലി ഇതാ PG ഒക്കെ ക്രോസ് PG ഉണ്ടല്ലോ. ഓക്കെ
അപ്പൊ നിങ്ങൾ പഠിച്ചായിട്ടുള്ള സെംകോം ഉള്ളവരുണ്ട്, അതിൽ നിന്നൊക്കെ വേറെ തിരിച്ചൊരു സബ്ജക്റ്റ് ആണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. സെംകോമില് ഒക്കെ നമ്മൾ പഠിച്ചത് അങ്ങനത്തെ ഒരു രീതിയല്ല. പ്രോബ്ലം ചെയ്യണം, മാർക്ക് വായിക്കാനും തിയററ്റിക്കലായിട്ട് കുറെ തിയറി പഠിച്ച് പാസ്സാവണം, അങ്ങനെയല്ലേ. ഇതല്ല, കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഇവിടെ വന്നത്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളെല്ലാം ഇതേ ഒരു ട്രാക്കിലേക്ക്, ഞങ്ങളുടെ ട്രാക്കിലേക്ക്, മോണ്ടിസോറിയുടെ ട്രാക്കിലേക്ക് നമ്മൾ ഒരുമിച്ച് എത്തും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ മോണ്ടിസോറിയുടെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ട്രാക്കിലേക്ക് എത്തിയതിനു ശേഷം അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ള സബ്ജക്ട് കൊടുക്കുന്നത്. കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസും. അത് കഴിഞ്ഞിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി വരുന്നത്. BEd ഒക്കെ കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും സൈക്കോളജി. BEd കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അപ്പം സൈക്കോളജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആവുന്നില്ല, മ്യൂട്ട് ആക്കാൻ പറയുമല്ലോ. എന്താണ് മ്യൂട്ട് ആക്കാൻ പറയുമോ എല്ലാരോടും? കേൾക്കുന്നില്ല. ക്ലിയർ. എല്ലാവരും ക്ലാസ് പറയുമ്പോ മാക്സിമം എല്ലാവരും മ്യൂട്ട് ആക്കുക. ഇന്ററാക്ഷൻ സെഷൻ വരുമ്പോ മ്യൂട്ട് ഓൺ ആക്കിയിട്ട് സംസാരിക്കുക കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഏരിയയിലെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഈ ക്ലിയർനെസിന്റെ പ്രശ്നം ഓരോ ഏരിയ അനുസരിച്ച് റേഞ്ചിന്റെ പ്രശ്നം വരാറുണ്ട്. അപ്പൊ നമ്മൾ വേറൊരു ട്രാക്കാണ്, നമ്മൾ സാധാരണ പഠിച്ച ആ ഒരു രീതിയിലല്ല, വേറൊരു ട്രാക്കിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം എല്ലാവർക്കും മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. സിമ്പിൾ ആക്കിയിട്ട് കുറച്ച് പോർഷൻസ് ഡെയിലി എടുക്കുള്ളൂ. നമുക്ക് 6 months കൊണ്ട് മുഴുവൻ തീർത്താൽ മതി. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടോപ്പിക്സേ കവർ ചെയ്യുള്ളൂ. മാക്സിമം അത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചു തരാൻ ഞാൻ ട്രൈ ചെയ്യും. അതേപോലെ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് പോവാം കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. എല്ലാരും പഠിക്കാം. എന്താണ് പ്രയർ സോങ് എല്ലാവരും പഠിച്ചിട്ട് നാളെ പാടണം. എല്ലാവരും പ്രയർ സോങ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഓരോരുത്തരായിട്ട് ഓരോ ദിവസവും പ്രയർ സോങ് പറയേണ്ട ഡ്യൂട്ടി കേട്ടോ. ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷാണ്. അതൊരു പ്രശ്നമാണ്. നമ്മള് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യണത് ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ഇംഗ്ലീഷ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ആക്ഷൻ സോങ് ആയാലും ആക്ഷൻ സ്റ്റോറി ഒക്കെ ആണെങ്കിലും അതൊക്കെ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ചെയ്യൽ വേണ്ടത്. കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ആൾക്കാര് കുട്ടികളാണെങ്കിൽ പോലും ഈ മോണ്ടിസോറി ഫോളോ ചെയ്യുന്ന സ്കൂളുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം CBSE സ്കൂളുകളാണ്. സോ നമ്മൾ ഇപ്പോഴേ ചെറിയ ഇംഗ്ലീഷിലൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ ആ +2 ഉള്ളവർക്കൊന്നും പ്രശ്നം പിന്നെ ഉണ്ടാവില്ല, വലിയ പ്രശ്നമൊന്നും ആവില്ല. എന്ന് വെച്ചാൽ മുമ്പ് ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? നമ്മളെ എഴുതാ മാം ഇപ്പൊ സോങ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള സോങ് അങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള സോങ്. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള സോങ് ഉണ്ടാവില്ലേ? ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള സോങ്, ഈ ഇംഗ്ലീഷിലെ സോങ് ഒന്നല്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിക്കൊരു 3 to 6 വയസ്സുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പ്രയർ സോങ് ഇങ്ങനത്തെയൊക്കെയാണ് വേണ്ടതെന്നുള്ള ആലോചിച്ചിട്ട് മതി കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു സോങ് ഡെയിലി പാടുന്ന ഒരു സോങ് ഇല്ലേ? ഐ മീൻ എല്ലാവർക്കും ഡെയിലി ഓരോരുത്തരല്ലേ പാടുന്നത്. Then again നമ്മുടെ ടേൺ വരുമ്പോ അതേ സോങ് ഓർ ഡിഫറെന്റ് പ്രയർ ചെയ്താലൊരു പ്രശ്നമില്ല. കണ്ടന്റ് ഒന്നും റിപ്പീറ്റ് ചെയ്ത പ്രശ്നമില്ല. കാരണം നമ്മൾ പ്രസന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കൂലേ. ഓരോരുത്തർ പ്രസന്റ് ചെയ്യുന്ന പോലെയാണ് ഇൻഡിവിജ്വൽ എല്ലാവരും പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോങ്ങില് ഡിഫറൻസ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ആൾക്കാർ മാറിപ്പോണം. എല്ലാവരും പ്രസന്റ് ചെയ്യണം. ആ മടിയൊക്കെ വൺ മോർ ഡൗട്ട് ഉണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെയാണോ? ക്ലാസ് അല്ല, ചാപ്റ്റർ വൈസ് ആണ്. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ശേഷം ഒരു മോക്ക് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ടൈം ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, miss. Thank you, ma'am. Thank you, miss.